മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളോട് നിഷാദ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ? സുഖം ബ്രോ, സുഖം. ഹാപ്പി ന്യൂ ഇയർ, മെരി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ, മെരി ക്രിസ്മസ്. ബ്രോ, എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് സാക്കിംഗ് ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ മരസ്കെ സാക്ക് ചെയ്തു, ഇന്ന് അമോറത്തിനെ സാക്ക് ചെയ്തു. നിങ്ങളുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിക്കേണ്ട കളിയൊക്കെ അവസാന നിമിഷം ഡ്രോയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. എവിടെയാണ് ബ്രോ പ്രശ്നം ലിവർപൂളിന്റെ? ഓക്കെ ബ്രോ, ഇത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ വല്ലാത്തൊരു ഫ്രസ്ട്രേഷനിലാണ് ആസ് എ ലിവർപൂൾ ഫാൻ. ആൻഡ് അബവ് ഓൾ ഒരു ക്ലോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെന്റാലിറ്റി തന്നെ ഡിസ്ട്രോ ആയി എന്ന് വേണം പറയാം. ഇപ്പോൾ ആൻഫീൽഡൊക്കെ ആ ഫിയർ ഫാക്ടർ തന്നെ പോയി എന്ന് പറയാം. ആൻഡ് ഇത് ഇപ്പോൾ റീസെന്റ് നടക്കുന്നല്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2025 മാർച്ച്, ടു ബി പ്രിസൈസ്, ആഫ്റ്റർ ചാമ്പ്യൻസ് ലീഗ് ലോസ് അഗെയിൻസ്റ്റ് PSG നമ്മുടെ പെർഫോമൻസ് ഭയങ്കര ഡൗൺ ആണ്. അന്ന് തൊട്ട് അത് എന്തോ ലക്കിന് നമ്മൾ കഴിഞ്ഞ സീസണിൽ പോയിന്റ്സ് ലീഡ് ആയതുകൊണ്ട് ഏർലി ടൈറ്റിൽ ഡിസൈഡ് ആയി. അല്ലെങ്കിൽ ഇപ്പോ നമ്മളെ പെപ്പ് വേഴ്സസ് ക്ലോപ്പ് റൈവൽറിയിലുള്ള കോമ്പറ്റീഷനൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കപ്പടിച്ചിട്ടുണ്ടാവില്ല. എല്ലാ ലിവർപൂൾ ഫാൻസും അഗ്രി ചെയ്യും. സോ വെൻ യു സീ ദറ്റ് ഗ്രാഫ് ഫ്രം മാർച്ച് 2025 ആഫ്റ്റർ ദ PSG ഗെയിം, ആ ലീഗ് കപ്പ് ഫൈനൽ ന്യൂ കാസിലെടുത്ത് തോറ്റു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്താ പറയാ ഡിക്ലൈൻ ആണ് പെർഫോമൻസിൽ. ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഗെയിം പോലും ഓക്കെ ഡോമിനന്റ് ആയിട്ട് നമ്മൾ ഒരു കളി ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. വി വിൽ ലീഡ് 2 goals, ദെൻ കോൺഫിഡൻസ് പോകും, ബോൾ ലൂസ് ചെയ്യും, പൊസിഷൻ ലൂസ് ചെയ്യും, അവര് തിരിച്ച് കംബാക്ക് നടത്തും. അവസാനം ഒരു ഇഞ്ചുറി ടൈമിലൊക്കെ എങ്ങനെയെങ്കിലും ഒരു 3-2 അടിച്ച് ജയിക്കും. അത് ഫസ്റ്റ് ഈ സീസണിൽ ഒരു 5 കളി ജയിച്ചു. ദെൻ നമ്മൾ ആ ഒരു പൊട്ടാൻ വേണ്ടി, ആ ബബിൾ പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ എപ്പോൾ ഇത് സംഭവിക്കും ആൻഡ് സംഭവിച്ചു. പിന്നെ അത് നോ മോർ വർക്കിംഗ്. ദെൻ ഇപ്പൊ എന്താ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സ്ലോട്ട് ലാസ്റ്റ് സീസണിൽ പുള്ളി ക്ലോപ്പിന്റെ ആ ഒരു സിസ്റ്റം അത്ര കൂടുതൽ ചേഞ്ച് ചെയ്യാതെ പോയത് കൊണ്ടാണ് പിന്നെ പുള്ളിയുടെ സിസ്റ്റം ഇംപ്ലിമെന്റ് ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം നമുക്ക് കണ്ടുവരുന്നത്. സോ ലോഡ് ഓഫ് ഇഷ്യൂ വൺ ബൈ വൺ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ ഡിഫൻസിലേക്ക് ഒന്ന് പോവാണ് ബ്രോ. ഡിഫൻസിൽ ഞാൻ ഇൻഡിവിജ്വലി പേരെടുത്ത് പറയുന്നില്ല. ഇപ്പൊ എസ്പെഷ്യലി വേണമെങ്കിൽ കൊണാട്ടയുടെ കാര്യമൊക്കെ പറയാം. പക്ഷെ എല്ലാവരുടെ സൈഡിൽ നിന്നും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വരുന്നുണ്ട്. ട്രാക്കിംഗ് ബാക്ക് ആയാലും കമ്മിറ്റ് ചെയ്യുന്ന എറേഴ്സ് ആയാലും. ഇപ്പോ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ലിവർപൂൾ എന്ന് പറയുന്നത് ആ ഡിഫൻസ് ഒരു കോട്ടയായിരുന്നു. അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ റെക്കോർഡൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കൺസീഡ് ചെയ്യാതെ ഒരുപാട് മത്സരം മുമ്പോട്ട് പോയിട്ടുണ്ട്. വാൻഡേക്ക് വേറെ ലെവലായിരുന്നു. പക്ഷെ പുള്ളിയെ മാറ്റം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഒരു വൺ മാൻ ഷോ നടത്തിയിട്ട് ഒരു കണ്ടിന്യൂസ് ഒരു പ്രീമിയർ ലീഗിൽ പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോ പുള്ളി ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷെ പുള്ളിയുടെ കൊളീഗ്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് വരുന്നില്ല. വല്ലാത്ത ഗ്യാപ്പ് വരുന്നു. വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്ഥലത്ത് നിന്നൊക്കെ ബോൾ ലൂസ് ചെയ്യുന്നു. അത് കൺസീഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നു. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു സൈനിങ് ഒക്കെ നടത്തുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ജനുവരിയിൽ ഇതുവരെയായിട്ടും വലിയ ന്യൂസ് ഒന്നും വരുന്നില്ല. ഓൾറെഡി ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയറിനെ കൊണ്ടുവരുന്നുള്ള ഒരു വാർത്തയൊക്കെ കഴിഞ്ഞ സീസണിലെ കേട്ടിരുന്നു. അപ്പൊ എന്താണ് ബ്രോയുടെ അഭിപ്രായത്തിൽ എന്ത് പുതിയ പ്ലേയേഴ്സ് വന്നാൽ ഇത് ഫിക്സ് ആവുമോ, അല്ലെങ്കിൽ ഇതൊരു ടാക്ടിക്കൽ ഇഷ്യൂ ആണോ? എന്താണ് ഡിഫൻസിന്റെ പ്രശ്നം? ബ്രോ, ഇപ്പൊ നമ്മൾ പറയുമ്പോ ഇപ്പൊ ഈ കൊണാറ്റെ ആൻഡ് വാൻഡൈക്ക് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് സീസൺ വി ഹാഡ് എ ഗുഡ് ഡിഫൻസ് റെക്കോർഡ്. അപ്പൊ വാട്ട് ഹാപ്പൻ ടു ദം? ഓക്കെ, ഓഫ് കോഴ്സ് ഐ അഗ്രി ടു സം പോയിന്റ് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഏർലിയർ ഓഫ് ദ സീസൺ കൊണാറ്റെ വാസ് വെരി ബാഡ്. പിന്നെ കെർക്കസും എക്സ്പെക്ട് ചെയ്ത അത്ര പെട്ടെന്ന് ജെല്ലായില്ല. ബട്ട് നൗ സ്ലോട്ട് ഫോർ സംവാട്ട് ടു സം എക്സ്റ്റെന്റ് ഡിഫൻസ് ഫിക്സ് ചെയ്തു എന്ന് ഞാൻ പറയാം. ഇപ്പൊ റീസെന്റ് മാച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രോ ആയ മാച്ച് ആയാലും ശരി, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കളിയിൽ പോലും ലൈക്ക് ഈസി ചാൻസസ് കൺസീഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രം ലാസ്റ്റ് മന്ത്, ഐ തിങ്ക് ഫ്രം എൻഡ് ഓഫ് നവംബർ ആൻഡ് ഡിസംബർ സ്ലോട്ട് വന്നിട്ട് ഡിഫൻസ് ഒരു സംവാട്ട് ഫിക്സ് ചെയ്തു. ബട്ട് വെർ ഇസ് എ ക്രിയേറ്റിവിറ്റി? നമ്മളിപ്പോ ഗോൾ അടിക്കുന്നില്ല. ഓക്കെ, സോ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് എന്തുകൊണ്ട് സംഭവിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ബിക്കോസ് ഓഫ് ദ ടാക്ടിക്കൽ ചേഞ്ച്. ഇപ്പോ മെക്കാലിസ്റ്റർ ആയിക്കോട്ടെ, എല്ലാവരും ലൈക്ക് ആ ഒരു പെട്ടെന്ന് ഒരു സിസ്റ്റം ചേഞ്ച് വന്നിട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അതാണ് ഈ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് പോയി. അവര് എന്താ പറയാ, ഇപ്പൊ ലാസ്റ്റ് സീസണിലും ഈ സീസണിലും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലൂയിസ് ഡേയസ് പോയി, ഹീസ് എ ഫസ്റ്റ് സ്റ്റാർട്ടർ ഇൻ ദ ലെഫ്റ്റ് വിംഗ്. ഇപ്പൊ സ്ലോട്ട് കളിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ വെരി വെരി ബോറിംഗ് ഫുട്ബോൾ. അതുകൊണ്ടാണ് ഞാൻ ഫ്രസ്ട്രേഷൻ പറയുന്നത്. ബിക്കോസ് സൈഡ് പാസ് ചെയ്യും, ദെൻ അഗെയിൻ ബാക്ക് പാസ് ചെയ്യും, സൈഡ് പാസ് ബാക്ക് പാസ്, സൈഡ് പാസ് ബാക്ക് പാസ്, ഇങ്ങനെ പോകും. ഒരു ക്രിയേറ്റിവിറ്റിയിലോ ത്രൂ ഔട്ട്, അതായത് ഒരു ക്വിക്ക് ട്രാൻസിഷൻ ഇല്ല. ഇപ്പൊ ക്ലോപ്പിന്റെ ടൈമിലൊക്കെ നമ്മൾ ട്രാൻസിഷൻ ടൈമിൽ ക്വിക്കായിട്ട് ട്രാൻസിറ്റ് ചെയ്തിട്ട് പോകും ഫോർവേഡ്. ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ ആർ സ്ലോയിങ് ഡൗൺ ആൻഡ് allowing the opposite to form their formation.
പിന്നെ നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം ദർ ഇസ് നോ ഐഡിയ, റൺ ഔട്ട് ഓഫ് ഐഡിയ. സോ ഒരു ലെഫ്റ്റ് വിങ് ഇതിൽ കുറെ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ സമ്മറിൽ വന്നിട്ട് കുറെ സ്പെൻഡ് ചെയ്തു, ഓക്കെ അഗ്രി, ബട്ട് അത് ഫിനിഷ് ചെയ്താൽ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെന്റർ ബാക്ക് സൈനിങ് ആൻഡ് ലൂയിസ് ഡിയാസ് വന്നിട്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ടർ ലെഫ്റ്റ് വിങ്ങില്. പക്ഷെ ഗാക്പോ വെച്ചാൽ ഇപ്പൊ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹി കനോട്ട് ഡ്രിബിൾ. നമുക്കറിയാലോ അതിന്റെ പോരായ്മകൾ ഗാക്പോന്റെ. അതേപോലെ റൈറ്റ് വിങ്ങിൽ ഇപ്പോ സല വന്നിട്ട് എല്ലാവരും സലേനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും സല ഓക്കെ സംവാട്ട് ഔട്ട് ഓഫ് ഫോം. പക്ഷെ ഫ്രം ദ ഇനീഷ്യൽ മാച്ചസ് ഓഫ് ദിസ് സീസൺ നിങ്ങൾ ശ്രദ്ധിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഹി ട്രൈ ടു ചേഞ്ച് ദ ഡിപ്പെൻഡൻസി ഓൺ സല. ലാസ്റ്റ് സീസണിലെ പോലെ എല്ലാം റൈറ്റ് വിങ്ങിൽ കൂടി കളി മേക്ക് ചെയ്യാതെ ഹി വാസ് ട്രൈങ് ടു ബിൽഡ് ത്രൂ ദി വിഡ്സ് ആൻഡ് മോസ്റ്റ്ലി ഇൻ ദ ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിലേക്ക് ബോൾ സപ്ലൈ ചെയ്യേണ്ടതായിരുന്നില്ല. സല ഈസ് കൈൻഡ് ഓഫ് പ്ലെയർ, ഹി ഓൾവേസ് വാണ്ട്സ് ടു ബി ഇൻ ദ റിതം ഓഫ് ദി ഗെയിം. സോ സലൈനെ വന്നിട്ട് മനഃപൂർവ്വം ആ ടാക്ടിക്കൽ ചേഞ്ചസ് കൊണ്ട് പുള്ളിനെ അധികം ഇൻവോൾവ് ചെയ്യാതെയാണ് സ്റ്റാർട്ടിങ്ങിൽ കളിച്ചത്. അപ്പോഴേക്കും നമ്മൾ വി വർ ലൂസിങ് പോയിന്റ്സ് ആൻഡ് മൊറൽ ഓഫ് ദ ടീം പ്ലെയർ ആൻഡ് ക്യാപ്റ്റൻസി എല്ലാ പ്രശ്നമാണ്. സോ ഇതിൽ സൈനിങ്സിലും പിഴവ് വന്നിട്ടുണ്ട്, ടാക്ടിക്കൽ പിഴവ് വന്നിട്ടുണ്ട്. ആൻഡ് റീസെന്റ് മന്തിൽ ആസ് ഐ സെഡ് ഡിഫൻസിവലി കുറച്ച് നമ്മളിപ്പോൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വി ലോസ്റ്റ് ക്രിയേറ്റിവിറ്റി, വി ആർ നോട്ട് ഏബിൾ ടു സ്കോർ ഇൻ ഗോൾ. ആൻഡ് സെറ്റ് പീസസിന്റെ കാര്യം പറയേ വേണ്ട. സെറ്റ് പീസസിൽ ലൈക്ക് ആഫ്റ്റർ 77th ചാൻസോട് വി സ്കോർ 1 goal. ആൻഡ് ഐ തിങ്ക് ഇതുവരെ നമ്മൾ കോർണറിൽ ഒറ്റ ഗോൾ പ്രീമിയർ ലീഗിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. സല അസിസ്റ്റ്, എക്കിറ്റിക്കെ ഗോൾ, ആൻഡ് കൺസീഡഡ് ലോട്ട് ഓഫ് ഗോൾസ് ഇൻ സെറ്റ് പീസസ്. സോ ഐ പേഴ്സണലി വാണ്ട് ടു സീ ആൻ എന്റർടൈനിങ് ഫുട്ബോൾ ഇൻ ലിവർപൂൾ. ഐ തിങ്ക് സ്ലോട്ട് ഇപ്പോ വേറൊരു മാർക്കറ്റിൽ നല്ലൊരു മാനേജർ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് സ്ലോട്ട് ഈ പൊസിഷനിൽ തുടരുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ ഹി വിൽ ബി ഹിയർ ഐ തിങ്ക് ടിൽ സമ്മർ. Maybe summerla I hope to see a new manager. ബ്രോ ഒരു കാര്യം കൂടി, അതെ ഞാൻ ഒന്ന് ഒഫൻസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ സൈനിങ്സ് ഇപ്പോൾ ഇസാക്കിനെ കൊണ്ടുവന്നു. അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഇഞ്ചേർഡ് ആണ്. എക്കിറ്റിക്ക വന്നു. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറിയൻ വിഡ്സിന്റെ സൈനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ആ ലെവലൊന്നും പുള്ളി എത്തിയിട്ടില്ല. ഫ്രിങ്പോം വന്നു റൈറ്റ് വിങ്ങിൽ. പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സ്പീഡൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയും നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലിവർപൂൾ വേറെ ലെവലിലേക്ക് പോകും. ഓൺ പേപ്പർ നമ്മൾ സൈൻ ചെയ്ത സമയത്ത് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കും കിടില സൈനിങ്സ് ആയിരുന്നു. പക്ഷെ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്കിറ്റിക്കിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 1-2 കളി പുള്ളി കളിച്ചു. ഇസാക്കിന് ന്യൂകാസിൽ കളിച്ചതിൽ ഒരു 10% പോലും പുള്ളി ഇഞ്ചേർഡ് ആണോ അല്ലെങ്കിൽ ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ടൈം എടുത്തോ എന്നറിയില്ല. പുള്ളി ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പുള്ളി ആ ഒരു അവിടെ കിട്ടിയിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ഒന്നും പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. വിഡ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മത്സരത്തിന് ശേഷമാണ് പുള്ളി ഒരു അസിസ്റ്റും ഒരു ഗോളൊക്കെ സ്കോർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഓൾറെഡി അറിയപ്പെടുന്ന പ്ലേയേഴ്സ് ആണ്. പക്ഷേ ഈ ടീമിലേക്ക് വന്നപ്പോൾ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ടാക്ടിക്കലി അഡാപ്റ്റ് ചെയ്യാനുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു ടീമാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നൊക്കെ പറയാം. പക്ഷെ ഇവരൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, യങ്സ്റ്റേഴ്സ് ഒന്നുമല്ല, എക്സ്പീരിയൻസ് ആയിട്ട് വേറെ ടീമിൽ കളിച്ച് ഗോൾ അടിച്ച് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഇസാക്കിനെ പോലുള്ള പ്ലെയറൊക്കെ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പുള്ളി സ്കോർ ഷീറ്റിൽ ഉണ്ടാവും അല്ലെങ്കിൽ സ്കോർ ചെയ്യും. ഈസി ട്രാൻസിഷൻ ആയിരിക്കും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പല ആൾക്കാരും ഈസി ട്രാൻസിഷൻ അല്ല കാണുന്നത്. അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു ഗോളിനോട് അസിസ്റ്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷ നിങ്ങൾ ഡൗൺഗ്രേഡ് ആയി എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ ഇവരില്ലാതെ തന്നെ ഗോൾ വരുന്നുണ്ടായിരുന്നു. സലയുടെ ഒരു നല്ല സീസൺ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് നന്നായിട്ട് ഗാപ്പൊക്കെ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതും താഴോട്ട് പോയി. പുതിയ വന്ന ആൾക്കാരാണെങ്കിൽ ക്ലിക്ക് ചെയ്തുമില്ല. അതൊരു വലിയ പ്രശ്നമായിരുന്നോ? ബ്രോ ഇതെല്ലാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൊമെന്റം. കാരണം ഒരു ടീം, ഇറ്റ്സ് എ ടീം ഗെയിം എൻഡ് ഓഫ് ദ ഡേ. സോ ഒരു ന്യൂ ആയിട്ട് വന്ന് ഒരു ടീമിലേക്ക് സെറ്റിൽ ആവാൻ ശ്രമിക്കുമ്പോൾ വെൻ ദ ഓൾറെഡി സെറ്റിൽഡ് ടീം, ആ സെറ്റിൽഡ് ടീം അല്ലെ ഉള്ള പ്ലേയേഴ്സ് ബാഡ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ ന്യൂ ആയിട്ട് വന്നവർക്ക് ആ ഒരു റിതം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് അങ്ങനെ ലൈക്ക് ദാറ്റ്സ് വൈ. ആൻഡ് ഇസാക്ക് വന്നിട്ട് ഇനീഷ്യൽ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ പുള്ളി ഫിറ്റ്നസ്, മാച്ച് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ദ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫുട്ബോൾ വി പ്ലേ ഇൻ ലിവർപൂൾ. ഹിയർ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടാണ് സ്ലോട്ട് ഈസ് ട്രൈങ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്, ഹീസ് ടാക്ടിക്കൽ. എനിക്ക് ഏറ്റവും ഇതിൽ ഇന്നലത്തെ കളി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ ടീമും, മോസ്റ്റ് ഓഫ് ദ ടീംസ് ആർ പ്ലേയിങ് വിത്ത് 3 സെന്റർ ബാക്സ് ആൻഡ് ദാറ്റ് മിഡ് ബ്ലോക്ക്, ലോ ബ്ലോക്ക് ആൻഡ് ടീംസ്. സോ ആകെ ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസിഷൻ ചെയ്യുക. ട്രാൻസിഷൻ ചെയ്തിട്ട് ക്വിക്കായിട്ട് ഒരു ത്രൂ പാസോ അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള അറ്റാക്ക് ചെയ്യാം. ഇത് ചെയ്യുന്നില്ല, ഭയങ്കര സ്ലോ ആണ്. ഈ സ്ലോയില് പോയിട്ട് ഇപ്പോ ഇസാക്ക് വന്നിട്ട് ഒരു 5 മിഡ്ഫീൽഡ് അല്ലെങ്കിൽ 5 ഓപ്പോസിറ്റ് പ്ലെയറിൽ നടക്കുന്ന കാര്യമില്ലല്ലോ. സോ ഇൻ ന്യൂകാസിൽ അവർ ട്രാൻസിഷനിൽ കൗണ്ടർ ഫുട്ബോൾ കളിക്കുമ്പോൾ ഓക്കെ ഹി വാസ് ഗുഡ്. സോ ഐ എം ഈവൻ ഇപ്പൊ ഇൻജേർഡ് ആയ ഗോൾ പോലും ഇറ്റ് വാസ് വൺ ഓഫ് ദ ടോപ്പ് ഫിനിഷ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫ്രം ഇസാക്ക്, റൈറ്റ്? ദാറ്റ് ഫിനിഷിംഗ്. ബട്ട് to finish a goal, he needs that supply.
സോ ഇപ്പൊ ലാസ്റ്റ് സീസൺ ക്രിയേറ്റ് ചെയ്ത ചാൻസസ് ഒക്കെ ഇപ്പൊ എവിടെ എനിക്കിപ്പോ ഇത്രയും കളികൾ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ തട്ടിമുട്ടി ഒരു ഗോൾ അടിക്കുന്നല്ലാതെ ഒരു ഓക്കെ ഇറ്റ്സ് എ സൂപ്പർ ഗോൾ ഒരു ടീം ഗോൾ എന്ന് പറയുന്ന പോലെ ഒരു ഗോൾ കണ്ടിട്ട് കുറേയായി. അത് കാണാൻ വേണ്ടി കൊതിക്കുകയാണ്. കളി കാണുമ്പോൾ ഭയങ്കര ബോറിങ്. ഇന്നലത്തെ കളി കണ്ടിട്ട് എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവും, സൈഡ് പാസ് ചെയ്യും, ബാക്ക് പാസ് ചെയ്യും, സൈഡ് പാസ് ചെയ്യും, ബാക്ക് പാസ്. പൊസിഷൻ നോക്കുമ്പോൾ 70% ഉണ്ടാവും. പക്ഷെ അത് ഫുള്ളും അവരുടെ ആ ബോക്സിന്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലെ അടിക്കുന്നില്ല. വി ആർ നോട്ട് ഈവൻ ടെസ്റ്റിംഗ് ദ ഗോൾ കീപ്പർ. സോ ദാറ്റ് വെരി സാഡ് ടു സീ. സോ ടാക്ടിക്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലോട്ട് ഓക്കെ ഹി ഫിക്സ് ദ ഡിഫൻസ് നൗ, ഇറ്റ്സ് ബെറ്റർ. ബട്ട് ക്രിയേറ്റിവിറ്റി എവിടെയെന്നാ ചോദിക്കും. ഇപ്പൊ വിറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ വിറ്റ്സ് ഈസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. ഞാൻ വെൻ ഹി വാസ് പ്ലേയിങ് ഇൻ ലെവർകൂസൻ ഇറ്റ്സെൽഫ് ഐ വാസ് ലൈക്ക് ഇങ്ങനെ ഒരു പ്ലെയർ നമ്മുടെ ലിവർപൂളിലേക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു പ്ലെയർ ആണ്. സോ ഹി വിൽ ഡെഫിനറ്റ്ലി ഫ്ലിപ്പ്, നോ ഡൗട്ട് ഇൻ ഹിസ് എബിലിറ്റി. ആൻഡ് അബൌട്ട് ദ ഫിസിക്കാലിറ്റി ഓൾസോ ഹി ഇംപ്രൂവ്ഡ് എ ലോട്ട് ആൻഡ് ഹീസ് ഹാവിംഗ് ഗുഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ റീസെന്റ് ഗെയിംസ്. സോ ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലേയേഴ്സ് ആർ ഗുഡ്. ആൻഡ് വിത്ത് ദിസ് സ്ക്വാഡ് അറ്റ്ലീസ്റ്റ് ടോപ്പ് 4 പോലും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്ലോട്ടിനെ എന്താ പറയാനറിയില്ല. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. സോ ഇനീഷ്യലി ഐ വാസ് സപ്പോർട്ടിങ് സ്ലോട്ട് ആൻഡ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കാരണമാണ് ഓരോ കളി തോൽക്കുന്നത്. പക്ഷെ നോട്ട്. വെൻ യു സീ അറ്റ് ദ ഡാറ്റ ഫ്രം മാർച്ച് 2025 ആ PSG ഗെയിം മുതൽ ഹി വാസ് ട്രൈങ് ടു ഡു ഹിസ് ഓൺ സിസ്റ്റം സ്ലോട്ട് വിച്ച് ഇസ് നോട്ട് വർക്കിംഗ് ഇൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. അത് സ്ലോട്ട് വന്നിട്ട് എങ്ങനെ ഇതിനെ കോപ്പ് അപ്പ് ചെയ്യും, വെദർ ബിക്കോസ് ഹീസ് റൺ ഔട്ട് ഓഫ് ഐഡിയാസ്. ഇപ്പൊ ഒരു ലോ ബ്ലോക്കർ മിഡ് ബ്ലോക്കിനെതിരായിട്ട് എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ളത് റൺ ഔട്ട് ഓഫ് ഐഡിയാസ്. പിന്നെ പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് പറയുന്നത് ലീഡ്സിനെടുത്ത് ഓക്കെ വി പ്ലേഡ് ഗുഡ് ഗെയിം ആൻഡ് അറ്റ്ലീസ്റ്റ് വി ഡിസേർവ് എ പോയിന്റ് എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് വിച്ച് ഇസ് നോട്ട് എക്സ്പെക്ടിങ് ഇൻ ആൻഫീൽഡ് എന്നോ. ആൻഫീൽഡിൽ വന്നിട്ട് ലീഡ്സ് ഒക്കെ വന്നിട്ട് വി ലോസ്റ്റ് 4 points അഗെയിൻസ്റ്റ് ലീഡ്സ്. സോ അതുപോട്ടെ, കളി തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് കളി എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അതെ, അതെ. ഞാനത് ജസ്റ്റ് ഒരു ലിവർപൂൾ വിട്ടുന്ന യുണൈറ്റഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ബ്രോ, സാക്കിംഗ് എല്ലാ സൈഡിലും നടക്കുന്നുണ്ട്. വെച്ചാൽ കട്ട് ത്രോട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ല. മരസ്കെ അതേപോലെ തന്നെ എൻ്റെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുള്ളിനെ പറഞ്ഞു വിട്ടു. പിന്നെ നോക്കുകയാണെങ്കിൽ മാനേജർ സാക്ക് ചെയ്ത വിവരം വന്നു, അമോറിയം പോയി. ബ്രോ, ഈ പ്രീമിയർ ലീഗിൽ പിടിച്ചേക്കാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു ആദ്യമൊക്കെ നമ്മളൊരു 18 months 2 years ഒക്കെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം മിനിമം ഒരു 6 months നിങ്ങൾ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഔട്ട്. അതിപ്പോൾ എത്ര പൈസ കൊടുത്തിട്ട് പറഞ്ഞു വിടുവാണ്. ഇപ്പോൾ വേറെ കൺസൾട്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ മാനേജർ ചേഞ്ച് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഗുണം ബ്രോഡ് അഭിപ്രായത്തിൽ ഇസ് ഇറ്റ് ഗുഡ് ഫോർ ദ ടീം ഓർ ഇസ് ഇറ്റ് ലൈക്ക് ലോങ് ടേമിൽ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ ഈ ഇതുപോലുള്ള വലിയ ടീമിന്? Bro, it all depends on the project, bro. Because see, if അതായത് ആ ഒരു പ്രോജക്റ്റിന് ഗുഡ് വിഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഐ അഗ്രി വിത്ത് യു. ആൻഡ് ഇപ്പൊ എനിക്ക് മനസ്സിലാകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒമാറിയും സാക്ക് ചെയ്തു, ഓക്കെ. സോ ഹൂ ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്? ഇപ്പൊ നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഓക്കെ ഒരു മാനേജർ ഇസ് അവൈലബിൾ, എലൈറ്റ് മാനേജർ ഒരു ബെറ്റർ മാനേജർ ഇസ് അവൈലബിൾ. അപ്പോ ഇഫ് ദേ ആർ ഗോയിങ് ഫോർ സാക്ക് മേക്സ് എ സെൻസ്. ബട്ട് എനിക്കറിയില്ല യുണൈറ്റഡ് വന്നിട്ട് അവർക്ക് വന്നിട്ട് ഈ മീഡിയ പ്രഷർ ഓർ ഫാൻസ് പ്രഷർ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് ഓർ ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് സ്കേപ്പ് ഗോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു മാനേജർ സാക്ക് ആണോ എന്നുള്ളത് അറിയില്ല. ഫോർ യുനോ അത് അവരുടെ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ ഇത് റൈറ്റ് ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദേ ഓൺലി സെഡ് ഇൻ പ്രീവിയസ് മന്ത് ദാറ്റ് okay, will be a long project and we will be giving time for Amorim for long time. അതെ. So and see, they are not in very bad shape like last season. They are in 5th position and they can even compete for top 4. And that is a and ഇതിനെ അതേപോലെ മെറസ്കയുടെയും even I surprised. Why? Because he recently won Club World Cup and also he has good record against top 6 clubs. So ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പ്രോജക്ട് ബിൽഡ് ചെയ്ത് ആ യങ്സ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള സമയം കൊടുക്കണം. So it's weird. At end of the day, owners behind എന്തൊക്കെയാ സംഭവിച്ചെന്നോ ബിഹൈൻഡ് ഡോർസ് നമുക്കറിയില്ല. ബട്ട് ആസ് എ ഫാൻ ഞാൻ സ്ലോട്ടിന്റെ മേലുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയത് സാക്ക് ചെയ്യണം. ബിക്കോസ് ഐ വാസ് വാച്ചിങ് ടിൽ ഫ്രം മാർച്ച് 2025. ആ കഴിഞ്ഞ സീസണിൽ നമ്മൾ ലീഗ് വിൻ ചെയ്താലും ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ കൈൻഡ് ഓഫ് ഫുട്ബോൾ ഹീസ് പ്ലേയിങ്. സോ നോക്കട്ടെ എന്താണ് സംഭവിക്കുന്നത് കണ്ടറിയാം. ഇനിയിപ്പോ ഏതായാലും വരുന്ന കുറച്ച് മാച്ചുകൾ ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് കൊണ്ടുവരാന്ന് പറയുന്നത്. ബ്രോ, ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഞാൻ മെസ്സേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.